വീണ വിജയനെതിരായ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇഡിയുടെ കയ്യിൽ നിർണായകമായ ചില തെളിവുകളുണ്ട്. CMRL കമ്പനി ഉപയോഗിച്ച് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ഇടപാടുകൾ, മറ്റേതോ തരത്തിലുള്ള ബിസിനസ് ഇടപാടുകൾ കർത്തയുടെ നേതൃത്വത്തിൽ എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ രീതിയിൽ ഇഡി അന്വേഷണം മുറുക്കുമ്പോൾ വീണ ടിയുടെ ഭാവി എന്താകാനാണ് സാധ്യത? അല്ലെങ്കിൽ ഈ കേസിന്റെ തന്നെ ഭാവി എന്താകാനാണ് സാധ്യത? ഇതൊരു വലിയ തരം കൊള്ള തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഭരിച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂട്ടുനിന്നുകൊണ്ട് ഒത്തുകളിച്ച് ഭരണത്തിലിരിക്കുന്നവർ നടത്തിയ വലിയ തോതിലുള്ള ഒരു നിധി കട്ടുകൊണ്ടുപോവാൻ സഹായിച്ചതിന് കൈപ്പറ്റിയ വലിയ തോതിലുള്ള ഒരു കണക്കാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഇപ്പോ ഇഡി അതിൽ ഇടപെട്ടു, അന്വേഷിക്കുന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഇതിലെ ബേസിക് കാര്യം നമ്മൾ ആലോചിക്കണം. ഇത് എന്തിനാണ് അവർ കൈക്കൂലി വാങ്ങിയത്? കാരണം നമ്മുടെ ഒരു നിധി, അതായത് ഇവിടുത്തെ ജനങ്ങളുടെ നിധി കോരിക്കൊണ്ടുപോകാൻ, ആ കോരിക്കൊണ്ടുപോകുന്നവൻ അവന് കിട്ടുന്ന കോടികളുടെ, അതായത് മില്യൺ കോടികൾ അവന് കിട്ടുമ്പോൾ അതിലെ ഒരു ചെറിയ അപ്പക്കഷ്ണം ഈ ഭരിക്കുന്നവന്റെ അണ്ണാക്കിൽ തിരികെ കൊടുക്കുമ്പോൾ ആണ് ഈ കാലങ്ങളായിട്ട് ഈ കരിമണൽ ഇവിടുന്ന് കോരിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായത്. ഇപ്പൊ വീണ ടി എന്ന് പറയുന്ന വ്യക്തി അവസാനത്തെ ലിസ്റ്റിൽ വരുന്ന ആളേ ഉള്ളൂ. നമ്മൾ വീണ ഒക്കെ അവര് അതിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സകല തരത്തിലുള്ള തട്ടിപ്പ് അവർക്ക് അറിയണ കാരണം രേഖകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ ആ പൈസയൊക്കെ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഉണ്ടാക്കിയ രേഖകൾക്ക് ശരിയായ ഉത്തരമില്ലാത്തത് കാരണമാണ് ഇപ്പൊ അവർ പെട്ടിരിക്കുന്നത്. അതായത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMRL നിന്ന് കോടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചോദിക്കുമ്പോൾ അതിന് അവിടുത്തെ സോഫ്റ്റ്വെയർ വർക്കിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് CMR ഈ എസ്ട്രാലോജിക് കമ്പനി അതിന് വാങ്ങിയതാണ്. എസ്ട്രാലോജിക് വീണയുടെ കമ്പനിയാണ്. അപ്പോ ഇപ്പോ ഈ ഭരണം പോയപ്പോ ഈ സോഫ്റ്റ്വെയർ നന്നാക്കലുമില്ല, കമ്പനിയില്ല, അവിടെ തന്നെ ആ കള്ളത്തരം പൊളിയാണ്. ഈ കാശ് വാങ്ങാൻ വേണ്ടിയിട്ട്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വാങ്ങുന്നു എന്ന് വരുത്തിയിട്ട് പൈസ വാങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ വീണയുടെ കാര്യം വളരെ ക്ലിയർ ആണ്, പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് യാതൊരു സംശയവുമില്ല. ഇപ്പോ ഇന്നലെ ചോദ്യം ചെയ്തപ്പോ വേറൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ CMRL അല്ലാതെ എൻപവർ എന്ന് പറയുന്ന ഒരു കമ്പനിയും ഈ വീണയ്ക്ക് പൈസ കൊടുത്തു. അപ്പോ അതൊക്കെ ഇനി കണ്ടെത്തും. ഇവിടെ ഞാൻ ഇതില് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ മറ്റ് രാഷ്ട്രീയ കക്ഷിയിലെ രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞ ഭരണകാലത്തും ഇപ്പൊ മന്ത്രിയായിരിക്കുന്നവരൊക്കെ തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളും വാങ്ങിയിട്ടുണ്ട് പൈസ ഈ കമ്പനിയിൽ നിന്ന്, ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഞങ്ങളും കോടികൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ പാർട്ടിക്കാണ്. ഓപ്പണായിട്ട് പറയാൻ നാണമില്ലാതെ. അതായത് ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവർ പൈസ വാങ്ങിയിട്ടുണ്ട്. പാർട്ടിക്കായാലും സ്വന്തമായാലും വാങ്ങിയത് സ്വന്തമാണ്. ഇതിന് റെസീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ പാർട്ടിക്ക് വാങ്ങിയാലും? അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ രാഷ്ട്രീയക്കാരനും, അതായത് ചിലപ്പോ രാഷ്ട്രീയത്തിൽ ആക്റ്റീവേ അല്ല, സ്ഥാനാർത്ഥിയെ ആയിരിക്കില്ല, ചിലപ്പോ പാർട്ടിയിൽ ഒഴിഞ്ഞു നിൽക്കണ പഴയൊരു നേതാവാവും, അദ്ദേഹവും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടി എടുത്തിട്ട് ബിസിനസ്സുകാരുടെ വീട്ടിൽ പോകും. എന്നിട്ട് ലക്ഷങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ കോടികൾ വാങ്ങും. ഈ പാവപ്പെട്ട ബിസിനസ്സുകാരൻ ഇവന്റെ നേതാവാണല്ലോ, ഇവനെ കാണുമ്പോ പൈസയും കൊടുക്കും. ഇതിനൊന്നും റെസിറ്റ് ഇല്ല. ഈ പൈസ പാർട്ടി ഓഫീസിൽ ഒന്നും എത്തില്ല. ഇതൊക്കെ എത്തുന്നത് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ കാലാകാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശശി കർത്ത എന്ന് പറയുന്ന ഈ കരിമണൽ കോരിക്കൊണ്ടുപോകുന്ന CMRLന്റെ മുതലാളി, അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തിട്ട് എത്ര കാലം ഈ പണി ചെയ്തു, അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്ത്, എന്തായാലും ഇവിടുന്ന് കരിമണൽ കടത്തിവിടുമ്പോൾ അതിന്റെ പൈസ ഇങ്ങോട്ട് വരും. ആ പൈസ വന്ന കണക്കുകളും ഒക്കെ കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ഒരു നിധിയാണ് ഇന്ത്യയുടെ, ഇന്ന് നമ്മുടെ തോറിയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പലതരം കാര്യങ്ങൾക്കും പലതരം ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു ധാതു ലവണമാണ്. അതാണ് കോരിക്കൊടുത്ത് അതിന് കേരളത്തിൽ ഭരിച്ച രണ്ടുപേരും അതിന് കൂട്ടുനിന്നത്. ഇപ്പോ അവസാനമായിട്ട് പിണറായി വിജയന്റെ മകൾ
അത് ഇതിനല്ല വാങ്ങിയത്, സോഫ്റ്റ്വെയർ നേരാക്കാനാണെന്നൊക്കെ പറഞ്ഞ് കള്ളരേഖകൾ ചമച്ച് വാങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇത് തീർച്ചയായും കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ ഞാൻ വാങ്ങിയിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി എന്ന് പറയുന്നവരെയും എല്ലാവരെയും ഒരാളെയും വിട്ടുകൊടുക്കരുത്. എല്ലാവരെയും പിടിച്ചു കൊണ്ടുപോയി ശരിയായ രീതിയിൽ ചോദ്യം ചെയ്ത് ശരിയായ രീതിയിൽ തുറങ്കലിൽ അടയ്ക്കണം. കാരണം നാടിനെ ഒറ്റുകൊടുത്തവരാണ്. ശബരിമല സ്വർണം കൊള്ള ചെയ്തു കൊണ്ടുപോയവരാണ്. ശബരിമലയിലെ ഇറിഡിയം എന്ന് പറയുന്ന വലിയൊരു ധാതു അവിടുന്ന് കുറെ കാലം മുന്നേ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ ഇവരോട് ചോദിച്ച് ഇവർക്ക് അറിയില്ല. ഇവർക്ക് ഇറിഡിയോ അറിയില്ല, തോറിയോ അറിയില്ല, ഒന്നും അറിയില്ല. അത് മണ്ണല്ലേ, കോരിക്കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങളുടെ പോക്കറ്റിൽ കിട്ടിയാൽ മതി. അങ്ങനെയാണ് ഇവര് എല്ലായിടത്തും അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്ത് കേരളത്തിന് മുടിപ്പിച്ചത്. കേരളം നന്നാക്കാൻ ഇവിടെ ഭരിച്ചവരാരും തന്നെ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. കക്കാൻ വേണ്ടി കള്ളരേഖകൾ ഉണ്ടാക്കുക, അതാണ് വീണ ചെയ്തിരിക്കുന്ന കുറ്റം. അതായത് തട്ടിപ്പിൽ പൈസ എടുക്കുമ്പോൾ പേടിയുണ്ട്, അപ്പൊ ഇതിന് ചോദ്യം വന്നാൽ അതിന് കുറച്ച് കള്ളരേഖകൾ ഉണ്ടാക്കി. പക്ഷെ അതിനും ശരിയായ ഉത്തരമില്ലാത്തൊരു അവസ്ഥ വന്നപ്പോൾ തീർച്ചയായും വീണയെ ഇനിയും വീണി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നൊരു സംശയവും വേണ്ട. അതിന്റെ മുന്നേ 10 ദിവസം മുന്നേ വീണയുടെ വീട്ടിൽ ചോദ്യം ചെയ്യുന്നപ്പോ ഈ ഉദ്യോഗസ്ഥരുടെ കാറ് അടിച്ചു പൊളിച്ചു. ആരെ? അണികളെ കൊണ്ട്. ഇനി ആ അണികളെ കൊണ്ടോ ഈ പുറലോകം കാണൂ? ആ അണികളൊക്കെ ഇനി പുറലോകം കാണൂ? അപ്പൊ ഈ വിവരമില്ലാത്ത അണികൾ ഒന്ന് കരുതിക്കോളൂ. ഇവിടെ വീണയുടെ സഹോദരനോ മക്കളോ ഒന്നും അവിടെ വന്ന് കാറടിക്കാൻ വന്നില്ല. നിങ്ങളുടെ ഭാവി പോയി, നിങ്ങളുടെ ജീവിതം പോയി ആ കാറ് അടിച്ചു പൊളിക്കാൻ പോയപ്പോ എന്ന് മാത്രം ഓർക്കുക. രാഷ്ട്രീയക്കാരനും അവന്റെ കുടുംബക്കാരും അവരുടെ മക്കളും സുഖമായി ജീവിക്കും കട്ട് തിന്നിട്ട്. നിങ്ങൾ അടികൊള്ളും, കാല് പൊട്ടും, കൈ മുറിയും, തലമുറിയും, ജീവിതം കട്ടപ്പുകയാകും എന്ന് നിങ്ങൾ ഓർത്തോ. ഇത് ഇവിടെയുള്ള ഓരോ പാവപ്പെട്ട സാധാരണക്കാരും മനസ്സിലാക്കിക്കോ. രാഷ്ട്രീയക്കാരൻ അവന്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് എന്ത് തരം കൊലവിളി നടത്തിയാലും നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇവർ ചെയ്യുന്ന കള്ളത്തരങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. വീണയെ മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ടോ എല്ലാവരെയും പിടിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്ത് തുറങ്കലിൽ കേന്ദ്രം അടച്ചിരിക്കണം. എന്നാലാണ് ഈ കൊള്ളക്ക് ഇനിയുണ്ട് പലതരം കൊള്ള. അറിയാമല്ലോ, ഇവിടെ മയക്കുമരുന്ന് കൊള്ള, സ്വർണക്കൊള്ള, ഇപ്പൊ അവയവദാന കൊള്ള, ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഈ ഭരണകൂടങ്ങളെ ഒരിക്കലും ഇനി ഇവിടെ നിർത്താൻ പാടില്ല. അതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ എതിർത്തിരിക്കണം. എന്തായാലും വീണ വിജയനെതിരായ അന്വേഷണം ED മുറുക്കുകയാണ്. ഈ രീതിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷന് വേണ്ടി മാത്രമല്ല, അതിനാണെങ്കിൽ തന്നെ ഇത്രയൊരു വലിയ തുക കൈമാറേണ്ടിയിരുന്നോ എന്ന ചോദ്യങ്ങളൊക്കെ കൂടുതൽ ശക്തമാവുകയാണ്. EDയുടെ പക്കൽ നിർണായകമായ വിവരങ്ങളുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമല്ല ED നടത്തുന്നത് എന്നുകൂടിയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ രീതിയിൽ ED അന്വേഷണം നടത്തുകയാണെങ്കിൽ വീണ വിജയനെതിരായി ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ EDക്ക് സാധിക്കും എന്ന് തന്നെയാണ് സൂചന. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.